ഓ കെ വി എല്ലാവരും ബൈഫൂട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അൾട്രോൺ കയറി ആദ്യമേ കയറി പുഷ് ചെയ്ത് ഡൗൺ ആയിട്ടുണ്ട്. ഹിറ്റ്മാൻ അകത്തോട്ട് കയറി ഡൗൺ ആയിട്ടുണ്ട്. ഒരു ഹാർഡ് റഷ് ആണ് കെ വി ട്രൈ ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ ആ ഒരു ഹാർഡ് റഷ് ഓൾറെഡി ടി ജി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു ഹാർഡ് റഷിൽ 2 പിക്ക് കെ വിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടി ജി എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ കെ വിയെ അതിൻ്റെ അകത്തോട്ട് കയറി കൊടുത്തിട്ടുണ്ട്. കെ വിക്ക് ഹിറ്റ്മാനെയും അതേപോലെ തന്നെ അൾട്രോണെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ ദേ ട്രൈയിങ് ടു ഡു? കെ വി അവിടുന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ജോസൂട്ടി റാവമോൻ ഈ ഒരു ഏരിയയിൽ വണ്ടിയിലുണ്ട്. നിക്കി അവിടെ വണ്ടിയിലുണ്ട്. മാലിക് ഈ ഒരു ബിൽഡിങ്ങിൽ ഒറ്റയ്ക്ക് റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഹാർഡ് റഷ് ചെയ്യാൻ ശ്രമിച്ച് കെ വി എ ആക്ച്വലി ഡൗൺ ആയിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു മണ്ടം മൂവ് ആയിപ്പോയത്, പറയാതിരിക്കാൻ വയ്യ. ടി ജെ മാലിക് ഇവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിക്കി നല്ലൊരു സ്പ്രേ ചെയ്യുന്നുണ്ട്. റാവു ഈ ഒരു ബിൽഡിങ്ങിൽ കയറിയിട്ടുണ്ട്. സോണിൻ്റെ അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. 2 മിനിറ്റിനുള്ളിൽ അറിയാൻ പറ്റും. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ സോൺ ഈ ഒരു ഒറ്റ വെള്ള ബിൽഡിങ്ങിലോട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയാൽ ടി ജെ മാലിക് ഈ ഒരു ബിൽഡിങ്ങിലും റാവുമോൻ ഈ ഒരു ബിൽഡിങ്ങിലും കറൻ്റ്ലി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റാവുമോൻ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് സോൺ ഇന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കോർണറും സോൺ ഇന്നാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാലിക്കിൻ്റെ ബിൽഡിങ്ങും കോർണറും സോൺ ഇന്നാണ്. സോ ഈ ഒരു ഏരിയയിലോട്ട് ടി ജെയുടെ ബാക്കി ചുറ്റും ഇരിക്കുന്ന പ്ലേയേഴ്സ് ഈ ഒരു ഏരിയയിലോട്ട് മാത്രമായിട്ട് ചുരുങ്ങേണ്ടി വരും സോൺ ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കെ വി വണ്ടി എടുത്തുകൊണ്ട് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ വിയുടെ പ്ലേയേഴ്സ് എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് വന്നു. മാലിക് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, അതിൻ്റെ അപ്പുറത്തൊരു കവറിലോട്ടാണ് മാലിക് കയറിയിരിക്കുന്നത്. അവരെല്ലാവരും ബൈഫൂട്ട് കയറി വരുന്നുണ്ട്. ടി ജെ മൈക്കിക്ക് അവിടുന്ന് നല്ലൊരു ടാഗ് കിട്ടി. മൈക്കി തിരിച്ചകത്തോട്ട് കയറി. ജോസൂട്ടിനെ അവർ സ്പോട്ട് ചെയ്തു. മാമച്ച സ്പോട്ട് ചെയ്തു. മാമച്ചൻ അവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. ഫ്ലെക്സർ ഇവിടുന്ന് കയറി ഡൊമിനിക്കിനെ ഫയർ ചെയ്യാനാണെന്ന് തോന്നുന്നു ട്രൈ ചെയ്യാൻ പോകുന്നത്. മാലിക് ഫെക്സറിനെ ഓൾറെഡി മാലിക് സ്പോട്ട് ചെയ്തു തോന്നുന്നു. മാലിക് സ്പ്രേ ചെയ്തു, പക്ഷേ ഫെക്സറിന് അത് കിട്ടിയില്ല. ആ ഒരു എൻട്രൻസ് ജോസൂട്ടി ഹോൾഡ് ചെയ്ത് കവർ ചെയ്യുകയാണ്. ഫെക്സർ ഓൾറെഡി മാലിക്കിനെ സ്പോട്ട് ചെയ്തു. മാലിക് വേഴ്സസ് ഫെക്സർ. എല്ലാവരും മാലിക്കിനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഡ്രേക്കൻ മാലിക്കിന്റെ പിക്ക് കൺഫേം ചെയ്തു. പക്ഷേ ഇപ്പോഴും പോരാ. 2 പ്ലേയേഴ്സിനെ കെ വി ഓൾറെഡി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഈ കളിക്ക് മുന്നേ. പക്ഷേ അതിനു മുമ്പ് അവർ ഈ ഒരു പുഷ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ് കെ വിക്ക് കിട്ടിയേനെ. ബട്ട് 2 പ്ലേയേഴ്സ് നഷ്ടമായ സ്ഥിതിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഇനിയും ഒരു പിക്ക് കൂടെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കെ വിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയുള്ളൂ. നോക്കുകയാണെങ്കിൽ കെ വിയുടെ ടി ജിയുടെ പ്ലേയേഴ്സ് എല്ലാവരും ആ ഒരു ബിൽഡിംഗ് വിട്ട് ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൺ ഷിഫ്റ്റായി ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അവരുടെ 6 പ്ലേയേഴ്സോളം ഈ ഒരു ബിൽഡിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. ബട്ട് ഇനി ഒരു ട്രാൻസിഷൻ ഭയങ്കര പാടായിരിക്കും. ബട്ട് സ്റ്റിൽ സേവിയർ ആ ഒരു താഴെ ഹോൾഡ് ചെയ്യണം. അതേപോലെ കൊമ്പൻ വിഴാം, അതേപോലെ ഡൊമിനിക് അവിടെ നിൽക്കുകയാണ്. അവർ ബൈഫൂട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിനുള്ളത് നിന്ന് നല്ലൊരു സ്പ്രേ അവർക്ക് കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അവരുടെ പ്ലേയേഴ്സ് എല്ലാവരും മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രോസിംഗിൽ തന്നെ കെ വിക്ക് നല്ല പ്ലേയേഴ്സിന് നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. എന്തായിരിക്കും കെ വി ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യജൂടൻ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈഫൂട്ട് ഒരു ട്രെയിൻ പോലെ തന്നെ പോകുന്നുണ്ട്. ടി ജി അവരെ സ്പോട്ട് ചെയ്ത് നല്ലൊരു സ്പ്രേ, എല്ലാവർക്കും നല്ലൊരു ടാഗ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ അവർ ആ വലിയ ഡാമേജ് ഇല്ലാതെ തന്നെ ഈ ഒരു ഏരിയ. കക്കാശി ലിറ്ററലി ലോ ആണ്. ടി ജെ ജോസൂട്ടി ബാക്കിൽ തടിക്കുന്നുണ്ട്. ജോസൂട്ടിനെ സ്പോട്ട് ചെയ്തില്ല. സേവർ അവിടെ പിക്ക് എടുത്തു. മാമച്ചനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. മൈക്കി ലോ ആണ്.
ജോസൂട്ടി അവിടെ കാട്ടിയിരിക്കുന്ന ഒരു കാര്യം ആർക്കും അറിയത്തില്ല. മൈക്ക് അവിടെ ഹീൽ ചെയ്തു. TJ പ്ലേയേഴ്സ് എല്ലാവരും ഓടി ഇതിൻ്റെ അകത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ്. വാസ്കോ ആൻഡ് ഹോക്കി ആ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറുന്നുണ്ട്. കൊമ്പനെ എടുക്കാനാണെന്ന് ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. വാസ്കോ വേഴ്സസ് കൊമ്പൻ. ഷെയർ അവിടെ TJ കൊച്ചുകുഞ്ഞിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഷെയർ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. കൊമ്പൻ അവിടെ കയറി ചെന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ഫെക്സർ നല്ലൊരു ടാഗ്. ഫെക്സർ അവിടെ ജോസൂട്ടി അടുക്കലോട്ട് ഓടി കയറിയിട്ടുണ്ട്. ഫെക്സർ അവിടെ ഡൗൺ ആണ്. നല്ല ചാൻസ് കൂടുതലാണ്. ബുഷിന്റെ അകത്താണ്. ഓ KVA TJ ജോസൂട്ടി അവിടെ ഫെക്സറിനെയും അതുപോലെ അഖിൽ ജോൺ അവിടെ കക്കാശിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ അവിടെ നടക്കുന്നേ? വാസ്കോ അതിനകത്തോട്ട് കയറി. KVA ഡ്രക്കൻ വിടാമിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. കൊമ്പൻ വേഴ്സസ് വാസ്കോ. കൊമ്പൻ വാസ്കോനെ പിക്ക് ഓഫ് ചെയ്തു. ഇന്ദുചൂടൻ മാത്രം ബാക്കി. പൂവളി ഇന്ദുചൂടൻ അവിടെ ജോണസ് ബീക്കനെ പിക്ക് ഓഫ് ചെയ്തു. ഓ നിക്കി പൂവള്ളി ഇന്ദുചൂടിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. KVA ഓൾ ഡൗൺ ആയിരിക്കുകയാണ് എന്ന് തോന്നുന്നു. TGA ചേംബർ ഹിൽസ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ടർഫ് KVA വേഴ്സസ് TGA ചേംബർ ഹിൽസ് അറ്റാക്കിംഗ്. KVA ഡിഫെൻഡിങ് TGA. ഈ ടർഫ് TGA ജയിച്ചിരിക്കുകയാണ്. തീർന്നില്ലേ? വേറെ ആയില്ലല്ലോ. തീർന്നില്ലേ? സിപ്രസ് ചേംബർ അല്ലേ?